നമുക്ക് ഇന്നത്തെ സെഷൻ ബിഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സെഷനിലും പറയുന്ന പോലെ വീഡിയോ മോഡിൽ വരാൻ കഴിയാന്നുണ്ടെങ്കിൽ വീഡിയോ മോഡിൽ തന്നെ ഇരിക്കാം. നമുക്ക് എന്തായാലും സെഷന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരിപൂർണതയിലേക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മളൊന്ന് പ്രിപ്പയർ ആയിട്ട് അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ സെഷൻ നമ്മൾ മൈൻഡ് സ്ക്രിപ്റ്റ് 27th സെഷനാണ് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാംനെസ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ശരിക്കും കാംനെസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? എങ്ങനെ നമ്മുടെ ലൈഫിൽ കാംനെസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നിലകൊള്ളുന്നതും എങ്ങനെ കാംനെസ്സിനെ നമുക്ക് വെൽക്കം ചെയ്യാം എന്നുള്ള തുടങ്ങിയിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ജീവിതമാണല്ലോ, ലൈഫാണല്ലോ, ലൈഫിനെ പറ്റിയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള സംഭവം എന്താണ്? ലൈഫിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിനെ ഒരു സംഭവത്തിനോട് ബന്ധിപ്പിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവം എന്താണ്? സമയമാണ് അല്ലേ. അതായത് ലൈഫ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സമയം. സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ സമയമാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? എന്താണ് നിങ്ങളുടെ ജീവിതം? എന്താണ് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്, ഹാല് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും പറയില്ലേ, ഇപ്പൊ ഒരു മൂഡില്ല, ഈ സമയം കൊള്ളൂലട്ടോ എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ, സമയം കൊള്ളാത്തത് കൊണ്ടോ, ഈ സമയം എനിക്ക് നല്ല രസമുള്ള സമയം ട്ടോ എന്നൊക്കെ പറയുമ്പോൾ സമയത്തിനെയാണ് അവർ വർണ്ണിക്കുന്നത്. അല്ലല്ലേ. അതിനപ്പുറമായിട്ട് നമ്മളെ ലൈഫിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തെ അവർ പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനത്തെ അവിടെ തൊടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് സമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ആരെയും ചോദിക്കാണ്, അല്ല എന്റെ ജീവിതമൊക്കെ ഇപ്പൊ എങ്ങനെ പോണ്, എന്തൊക്കെയാ എന്റെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെന്താ സുഖാണെന്നൊക്കെ പറയണ്ടല്ലേ. ഇതൊക്കെ എന്താസ്പദമാക്കിയിട്ടാണ്? അതായത് നമ്മുടെ ഫീലിങ്സും അതേപോലെ തന്നെ നമ്മളുടെ ഉള്ളില് അല്ലാന്നുണ്ടെങ്കില് നമ്മള് ആ ഒരു നേരം ഏതൊരു അവസ്ഥയിലാണോ ഇരിക്കുന്നത്, ആ ഒരു അവസ്ഥയെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മള് ബാക്കിയുള്ള ആളുകളോട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിട്ടുള്ളത്. അങ്ങനെയെന്നുണ്ടെങ്കില് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ലൈഫ് എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നതും ഈക്വലാണ്. ഞാൻ ഈ ഒരു സമയത്തെ എങ്ങനെ വിനിയോഗിച്ചു എന്നതിന് തുല്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിന് തുല്യമെന്നുള്ളത്. അപ്പോ നമ്മുടെ ലൈഫ് ഏണ്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൽ കിടക്കുന്നുണ്ട് നമ്മൾ എവിടെ എത്തും, നമ്മൾ എന്തായിട്ട് മാറും എന്ന് പറയുന്നതൊക്കെ. നമ്മളെ ലൈഫിന് പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയണില്ലേ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, നമ്മളെ ജീവിതം ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ചിന്തകളാണെന്ന് പറയാറുണ്ട് അല്ലേ. പലപ്പോഴും നമുക്ക് കാംനെസ് നിലനിർത്താൻ പറ്റാത്തതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ പല ശബ്ദ കോലാഹലങ്ങൾ നടക്കുമ്പോഴല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കാംനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. ശരിക്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചെറിയ കുട്ടികളെ നിങ്ങൾ എടുത്ത് നോക്കിയേ. ആ ചെറിയ കുട്ടികൾ എത്ര കരയുന്നുണ്ടെന്നുണ്ടെങ്കിലും, എത്ര ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, അവർ ഉള്ളിൽ എത്രത്തോളം കാമാണ്. അവള് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടോ, അല്ലാന്നുണ്ടെങ്കില് അവർക്കൊരു കാര്യം ഒന്നും എഫക്ട് ചെയ്യുന്നില്ല ല്ലേ. അതിന്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ എപ്പളേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പളേലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവർ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കാംനെസ്സിലാണ് എന്നുള്ളതാണ്. കാരണം അവര് ജോയ്ഫുൾ എന്ന് പറയുന്ന, കാംനെസ് എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുന്നേ ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് അവരെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ ഒരവസ്ഥ റീഗെയിൻ ചെയ്യാ എന്നുള്ളതാണ്. അപ്പൊ ഈ കാംനെസ് എന്ന് പറയുന്നതൊക്കെ നമ്മളിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥ തന്നെയാണ്. നമ്മള് മുന്നേ എക്സ്പീരിയൻസ് ചെയ്ത അവസ്ഥ തന്നെയാണ്. പക്ഷെ ഏതൊക്കെയോ നിമിഷങ്ങളിൽ വെച്ച് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയതാന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് റീഗെയിൻ ചെയ്യാം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കയറ്റാം എന്നുള്ളതാണ്. എല്ലാ സെഷനിലും നിങ്ങളോട് ഉണർത്തുന്ന പോലെ തന്നെ കുറേ കാര്യങ്ങൾ ലൈഫിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതോ അറിയേണ്ടതോ ഇല്ല. കുറേ പഠിച്ചു വെച്ച, കുറേ അറിഞ്ഞു വെച്ച വേണ്ടാത്ത അറിവുകളെ നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി എന്നുള്ളതാണ്. അതായത് അൺലേണിംഗ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് അൺലേൺ ചെയ്യാം. അതേപോലെ തന്നെ എന്ത് നമുക്ക് ലേൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എവിടെ എൻ്റെ കാംനെസ് പോയി? നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. എവിടെ എൻ്റെ കാംനെസ് പോയി? കാംനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ശാന്തമായിട്ടുള്ള, സമാധാനമായിട്ടുള്ള ഒരവസ്ഥ എവിടെയാണ് നമുക്ക് പോയിട്ടുള്ളത് എന്നാലോചിച്ചിട്ട് ആ പോയ ഇടം കണ്ടുപിടിച്ചിട്ട് ആ ഇടത്ത് നിന്ന് അതിനെ പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കാംനെസ് നിലനിർത്താനുള്ള സംഭവം.
അപ്പോ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഡെയിലി ലൈഫിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. എന്ത്? ഓക്കെ, ഇന്ന് ഞാൻ എത്രത്തോളം കാംനെസ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്? ഇന്ന് ഞാൻ ചെയ്ത ഓരോ വർക്കിലും ഞാൻ കാംനെസ് ആയിട്ടാണോ വർക്ക് ചെയ്തിട്ടുള്ളത്? നമ്മള് ഒരു സ്റ്റഡി നടത്തിയപ്പോ, ആ സ്റ്റഡീസില് പറയുന്ന ഒരു റിസൾട്ട് എന്താണെന്നറിയോ? അതായത് വർക്ക് ഓറിയന്റഡ് ആയിട്ട് സ്റ്റഡി നടത്തിയപ്പം ഒരു 80% ഓഫ് 80 ഓർ എബോവ് 80% ഓഫ് ആളുകളും വർക്ക് ചെയ്യുന്നതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അതായത് അവർ ചെയ്യുന്ന ജോബ് എന്താണോ, ആ ജോബിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർ ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സിംപിളി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും പലപ്പോഴും പല ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയോ, അതായത് പരീക്ഷ വരികയാണ്. അപ്പൊ പരീക്ഷയിൽ പാസ്സാവണം. അപ്പൊ കുറേ കാട്ടിക്കൂട്ടലുകളാണ് ല്ലേ? അതേപോലെ തന്നെ എന്താണ്, രാവിലെ എണീറ്റിട്ട് വീട്ടമ്മമാരാന്നുണ്ടെങ്കില് വീട്ടിൽ ചോറും കാര്യങ്ങളൊക്കെ ടൈമിന് ഉണ്ടാക്കണം. അപ്പൊ ടൈമിന് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് ല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ശടപടേ തന്നെ ചെയ്യാണ്. അപ്പൊ ഈ ശടപടേ തന്നെ ചെയ്യുമ്പോഴും നമ്മക്കവിടെ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യത്തിലും കാംനെസ് ആയിട്ട് എക്സ്പീരിയൻസോട് കൂടി നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാമായിട്ട് എക്സ്പീരിയൻസ് ആയി ചെയ്ത പല കാര്യങ്ങളും ഇപ്പഴും നമ്മളെ മനസ്സിലിരിക്കുന്നുണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പഴാണ് ലാസ്റ്റായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്തിട്ടുള്ളത്? ഞാൻ അനുഭവിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തിട്ടുള്ളത്? അറിവും, അതായത് അറിഞ്ഞ് ചെയ്യുന്നതും അനുഭവിച്ച് ചെയ്യുന്നതും എല്ലാ നിമിഷവും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ അത് അറിഞ്ഞ് അനുഭവിച്ച് ചെയ്യാൻ നമ്മൾ നമ്മളെ പാകപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തെ എപ്പളാണ് അറിഞ്ഞ് അനുഭവിച്ച് ചെയ്തത്? അങ്ങനെ അറിഞ്ഞ് അനുഭവിച്ച് ചെയ്ത പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും, നമ്മുടെ ശരീരവും, നമ്മുടെ സോളും ഒരേ നിലയിലായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചിന്ത വേറെ എവിടേക്കെയോ, നമ്മൾ ചെയ്യുന്ന കാര്യം വേറെ എന്തൊക്കെയോ, അങ്ങനത്തെ ഒരവസ്ഥ ആയിരിക്കില്ല. നമ്മുടെ ചിന്തയും നമ്മൾ ചെയ്യുന്നതും ഒരേപോലെ ആയിട്ടുള്ള അവസ്ഥ. എല്ലാം ഒന്നിക്കുന്ന ഒരവസ്ഥയാണ് കാംനെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യത്തെയും അറിഞ്ഞ് അനുഭവിച്ച് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ അറിഞ്ഞ് അനുഭവിച്ചൊരു കാര്യം ചെയ്യുന്നത്? ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് ല്ലേ? ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എത്ര കഷ്ടപ്പെട്ടതും അറിഞ്ഞ് അനുഭവിച്ച് നമ്മൾ ചെയ്തു പോകുന്നുള്ളതാണ്. കാരണം എന്താണ്? ഒക്കെ ചെയ്യാൻ ഇഷ്ടാണല്ലോ. ആ ഇഷ്ടത്തിന്റെ പിറകിലാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നുള്ള തോട്ട് നമ്മൾ കൊടുക്കും ല്ലേ? അപ്പോ കാംനെസ് ആയിട്ടൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഏറ്റവും വലിയ അനുഭൂതി എന്താണോ, അനുഭൂതി അതിലേക്ക് ആഡ് ചെയ്യാം. ഇഷ്ടമെന്ന് പറയുന്ന അനുഭൂതി അതിലേക്ക് ആഡ് ചെയ്യാ. എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തയ്യാറാവുക. അപ്പൊ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കണ്ടീഷൻ അവിടെ വെച്ച് തുടങ്ങൂലേ? ഓക്കെ, ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എനിക്കിതുപോലെ തിരിച്ചും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കില് ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെനിക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് എനിക്ക് ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുറേ എക്സ്ക്യൂസുകളുടെയും കുറേ നമുക്ക് വേണ്ട ലിസ്റ്റ് നമുക്കുണ്ടാവൂല്ലേ? ആ ലിസ്റ്റൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ഒരു മൂലക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നങ്ങട് കത്തിക്കന്നെ. ആ ലിസ്റ്റ് അങ്ങട് കത്തിക്കുക എന്നുള്ളതാണ്. കാരണം യഥാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള സംഭവത്തൊക്കെ അൺകണ്ടീഷണൽ ആണെന്നുള്ളതാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺകണ്ടീഷണൽ. നിങ്ങൾ അൺകണ്ടീഷണലായി ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും ഒന്നിൽ നിന്നും ആഗ്രഹിക്കാതെ ഏറ്റവും ഫ്രീ ആയിട്ട് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കൊടുത്തുകൊണ്ട് ചെയ്യുക. എന്തീ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ പഠിക്കാനിരിക്കാന്നുണ്ടെങ്കിൽ കുറേ ഡിസ്ട്രാക്ഷൻസ് വരൂലേ? ഓ! എന്തൊക്കെ ഇപ്പൊ ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? എവിടുന്നാ വരുന്നത് സിംപിളി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്നാണല്ലേ ഇത് വരുന്നത്. ഈ മനസ്സിന് ഇത് എവിടുന്ന് കിട്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ജനിക്കുമ്പോൾ അമ്മയുടെ, ഉമ്മയുടെ വൂമ്പിലായിട്ട് ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ, വീണതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ? നിങ്ങൾ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം ആരാണ് നിങ്ങൾക്ക് ഇതൊക്കെ അതാണ്, ഇതൊക്കെ വേണ്ടാത്തതാണ് എന്ന് ചിന്ത ഇട്ട് തന്നിട്ടുള്ളത്? അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ, ആ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടല്ലേ നമുക്ക് തോന്നുന്നത്. ഉള്ളിലുള്ളതല്ലേ പുറമേക്ക് വരുള്ളൂ. അപ്പൊ ഈ ഒരു അവസ്ഥ ഉള്ളിൽ കയറാൻ കാരണമായിട്ടുള്ളത് എന്താണോ, ആ കാരണത്തെ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന് കഴിയുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് കാംനെസ് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും ഓരോരോ കാര്യത്തിലും കാംനെസ് ആയിട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും. പക്ഷേ അവിടെ എന്തൊക്കെയോ മറകൾ വീണത് കൊണ്ടാണ്. ആ മറ എങ്ങനെ വന്നു? ഇത് നമ്മൾ സെൽഫ് എക്സാമിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും വലിയ ഗുരുവും നമ്മളെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കേണ്ടതും അതിന് കാരണക്കാരനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളായിട്ട് മാറണം എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു. അതായത് നമ്മളെ മാറ്റത്തിന് കാരണമെന്ന് പറയുന്നത് ഇന്ന ആളാണെന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളെ പല സെഷൻസ് ആണെന്നൊക്കെ പറയലുണ്ടല്ലോ. അതിനപ്പുറമായിട്ട് ഈ സെഷനൊക്കെ കേട്ടിട്ട് മാറ്റത്തിന് കാരണമായിട്ടുള്ളത് നിങ്ങളന്നെയല്ലേ. അപ്പൊ നിങ്ങളാണ് മാറ്റത്തിന് യഥാർത്ഥമായിട്ടുള്ള കാരണം ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡും അതിനുള്ള ലവ്വും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ മെഡിറ്റേഷനിൽ ചെയ്തില്ലേ സിമ്പിൾ ആയിട്ടുള്ള സംഭവം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഫോർഗീവ്നെസ് ഒന്ന് ചെയ്ത് നോക്കിയേ. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ഭാരങ്ങൾ ഇറക്കി വെച്ചൊരു ഫീലിംഗ് നമുക്ക് വന്നിട്ടുണ്ടാവാം. കാരണം എന്താ അറിയോ? നമ്മൾ ഒരാൾക്ക് പുറത്ത് കൊടുക്കുന്നില്ല. ഒരാൾ നമ്മളോട് എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള സംഭവം കാട്ടിക്കഴിഞ്ഞാലും നമ്മൾ അവർക്ക് പുറത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സംഭവം അവരല്ല എഫക്ട് ചെയ്യുന്നത്. നമ്മളെയാണ് എഫക്ട് ചെയ്യുന്നത്. സിമ്പിളി നിങ്ങൾ ആലോചിച്ച് നോക്കി. നാളോ മറ്റന്നാളോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരാൾ നിങ്ങളോട് വന്ന് ചൂടാവുകയാണ്. കുറേ നമ്മളെ ഹറാസ് ചെയ്ത് കുറേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇങ്ങനെ അവർ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരാ പറഞ്ഞിട്ട് അവർ പോയി. ബട്ട് നമ്മളെ മൈൻഡിൽ നമ്മുടെ മനസ്സിൽ പിന്നിങ്ങനെ ഞാൻ അങ്ങനത്തെ ആളാണല്ലേ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സിംപിളി ആ ഒരു തോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോർഗീവ്നെസ് ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു സംഭവത്തിന് ഫോർഗീവ് ചെയ്യുന്നു. ഞാൻ എന്താണ് എന്ന് എനിക്കറിയാം. ആ അറിയുന്നതായിട്ടുള്ള എന്നെ ഞാൻ അംഗീകരിക്കുന്നു. ആ എന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആ എന്നെ ഞാൻ എന്താണോ ആ എന്നെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതല്ലേ നമ്മൾ കാംനെസ്സിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? എന്ത് ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള തോട്ട് നമുക്ക് തരുമ്പോഴും ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ഹാപ്പിനെസ്സിനെ കോട്ടപ്പെടുത്തുന്നെ, നമ്മളുടെ കാംനെസ്സിനെ ഇല്ലാതാക്കുന്നെ. അതായത് ശരിക്കും നമ്മൾ ഓരോരുത്തരെയും എന്താന്നറിയോ? നമ്മൾ ഓരോരുത്തരും ആരാന്നറിയോ? ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ക്രിയേറ്ററിന്റെ ഗ്രേറ്റ് ക്രിയേഷനാണ് നമ്മളെപ്പോഴും ഉണർത്തലില്ലേ? ഈ ഉണർത്തുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റവും കാമായിട്ടുള്ള വ്യക്തികളാണ്. എന്തുകൊണ്ടാവാം ഗാന്ധിജി പറഞ്ഞത്, "എന്റെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാ ഞാൻ ഇവിടെയും കാണിച്ചു കൊടുക്കും" എന്നുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുമ്പോ എന്താ ഗാന്ധിജിക്ക് എന്താ പിരാന്താണോ? ഒരു സൈഡ് അടിക്കും മറ്റേ സൈഡും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞത്. കാരണം എന്താണ്? മൂപ്പർക്ക് അവരോടൊരു വിദ്വേഷവും ഇല്ല. മൂപ്പര് അത്രയും കാംനെസ്സിലാണ്. ഓൻ അടിച്ചോട്ടെ, ഓൻ കാട്ടിക്കോട്ടെ, ഓൻ എന്താച്ചാ കാട്ടട്ടെ. ഞാൻ എന്റെ ലോകം, എന്റെ ജീവിതം എന്ന രീതിയില് ഏറ്റവും ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും പറയില്ലേ നമുക്ക് കാണിച്ചു കൊടുക്കണം. എന്തിനാണ് നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്, തളർന്നു കൊടുക്കുന്നത് എന്നൊക്കെ. ഇത് താഴ്ചയും തളർന്നു കൊടുക്കലൊന്നുമല്ല. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റില് നിങ്ങൾ ഒരു കാര്യം ചെയ്തു നോക്കിയേ. ആരെന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അത് അവരല്ലേ. ഓര് പ്രവർത്തിക്കട്ടെ. ഞാൻ എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവമല്ലേ. കഴിഞ്ഞ ഡേയ്സ് എനിക്കൊരു കോള് വന്നു. ആ കോളില് ഒരു കുട്ടി ബ്രേക്കപ്പ് ആയിട്ടുള്ള കുട്ടിയാണ് ട്ടോ. അപ്പൊ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ആള് വിളിക്കാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു, ഇങ്ങനാക്കി, അങ്ങനാക്കി എന്നിട്ടും ആ ഒരു വ്യക്തി എന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കുറേ വിഷമങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിയോട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ അവർക്ക് എന്തൊക്കെ കൊടുത്തു? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, "ഞാൻ ഏറ്റവും നല്ല രീതിയിലാ കൊടുത്തിട്ടുള്ളതെന്ന്." അപ്പൊ നിങ്ങളെ അവർ ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തിട്ടും അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യാത്തത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുള്ളത്. കാരണം എന്താണ്? നിങ്ങൾ നിങ്ങളിലുള്ള സെൽഫ് ലവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ആ കുട്ടിക്ക് ആ കാര്യങ്ങൾക്ക് സിമ്പിളായിട്ട് ഹീലായി, സിമ്പിളായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം നമ്മക്ക് നമ്മൾ വാല്യൂ കൊടുത്തു തുടങ്ങുമ്പോൾ, നമ്മളെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങുമ്പോൾ, നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? കാംനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് സിമ്പിളായിട്ട് നമ്മളിൽ ഇൻസ്റ്റാൾഡ് ആവും എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഇൻസ്റ്റാൾഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിയിരിക്കേണ്ടതോ, എന്തൊക്കെയോ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ടതോ ആക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതൊക്കെന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് എത്തപ്പെടുന്ന സംഭവങ്ങളാണ്. നമ്മൾ എന്ന് പറയുന്ന ഓൾറെഡി ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് കാംനെസ് എന്ന് പറയുന്നത്. കാംനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും നമ്മളെ എഫക്ട് ചെയ്യാത്ത ഒരു തൂവാല പോലെ തൂവാല ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോ എന്ത് രസാല്ലേ കാണാന്.
ഇങ്ങനെ ആടി, ആടി, ആടി സിമ്പിളായിട്ട് പോകും ല്ലേ? അതായത് ഒരു കാറ്റിനെ പോലും വേദനിപ്പിക്കാതെ ആ രീതിയിലായിട്ട് നമ്മളും മാറും എന്നുള്ളതാണ്. ഈ വേദനിപ്പിക്കാന്ന് പറയുമ്പോ തിരിച്ചും വേദനകൾ ഉണ്ടാവില്ലട്ടോ. എപ്പളെങ്കിലും ഈ ഒരു പൂവിന് ഇല്ലെങ്കിൽ ഈ വീഴുന്ന തൂവാലക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ തൂവാല ഇങ്ങനെ കൗല് വീഴുന്നുണ്ടാവുക. ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് എപ്പളും തൂവാല വീഴുമ്പോ ആസ്വാദനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ആസ്വദിക്കാനുള്ള ഇടമായിട്ട് മാറണ്ടേ? ആസ്വദിക്കാനുള്ള ഇടത്തല്ലേ നമുക്ക് ആസ്വാദനം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ന് പറയുന്ന ആള്, ഈ നമ്മളെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും കാംനെസ് ആയിട്ടുണ്ടാകുന്നെങ്കിൽ ഏതൊരു ഇടത്തിൽ പോയാലും നമ്മളെന്ന് പറയുന്നത് ഏറ്റവും കാംനെസ് ആയിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ കാമൻസ് നിങ്ങൾക്ക് നിലനിർത്തണോ? നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള സെൽഫ് എക്സാമിൻ ചെയ്യുക. എന്തെല്ലാമാണ് എൻ്റെ കാംനെസ്സിന് കോട്ടം വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ? എന്തെല്ലാമാണ് എൻ്റെ കാംനെസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ? എന്തെല്ലാമാണ് എന്നെ ആങ്കർ ആക്കുന്ന കാര്യങ്ങൾ? എന്നെ ദേഷ്യപ്പെടുത്തുന്നത്? എന്ന് തുടങ്ങിയിട്ട് ഇനി മുതൽ നിങ്ങൾ ടാസ്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന വ്യക്തിയെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? എന്നൊക്കെ നിങ്ങളൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയേ. എല്ലാ സാറ്റർഡേയ്സും നമ്മൾ നമ്മളെ പറ്റി പഠിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സാധാരണ വ്യക്തികളാരും ഒരു പടി മുകളിലാന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയവരാണ്. പല ആളുകളും അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എവിടെ എത്തും? നമ്മളായിട്ടുള്ള രീതിയിൽ ഈ വേൾഡിൽ മൊത്തം വലിയ റവല്യൂഷൻ സൃഷ്ടിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപിജെ അബ്ദുൽ കലാം സാർ സാറൊക്കെ എങ്ങനെയാണ് ഇത്ര ലെവലിൽ എത്തിയിട്ടുള്ളത്? വലിയ വലിയ ലെജൻഡ്സ് യൂസഫ് അലി സാറൊക്കെ നോക്കുമ്പോ അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ കാംനെസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രത്തോളം അച്ചീവ്മെന്റ് സാധ്യമാക്കാൻ പറ്റും. നമ്മൾ സിംപിളി ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ പറയും ഇത്രയും തോനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന ആളാണ് യൂസഫ് അലി സാർ എന്ന് പറയുന്നത്. ആള് വീഡിയോയിൽ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? മുഖം ഇങ്ങനെ ചുളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ളത് ഇല്ലല്ലേ? എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തിലുള്ള രീതിയിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുള്ള കാരണം എന്താണ്? അവരെല്ലാം അവരുടെ ലൈഫിൽ കാംനെസ് എന്ന് പറയുന്ന ഓരോരോ സംഭവത്തിനെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതായത് എത്ര തന്നെ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയണം എന്താണ് എൻ്റെ എബിലിറ്റി, എന്താണ് എൻ്റെ ഡിസബിലിറ്റി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, എന്നെക്കൊണ്ട് എത്ര കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒക്കെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, മൈൻഡ് ഈസ് ദ ഓൺലി ലിമിറ്റേഷൻ എന്നുള്ളത്. നമ്മുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആ മനസ്സിൽ ഉള്ള ലിമിറ്റേഷനാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗർഭാശയത്തിൽ നിന്ന് വീണതിന് ശേഷം ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ചെറിയ കുഞ്ഞായിട്ട് മാറില്ലേ? ഈ കുഞ്ഞായിട്ട് ഇത്രയും കാലം ഡെവലപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെയോ നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എവിടേക്ക് കിട്ടി? നമ്മുടെ സൊസൈറ്റിയിൽ നിന്നിട്ടും നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നും കുറേ തോട്ട്സും കുറേ വേണ്ടാത്ത ബിലീഫും ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് കിട്ടി. അതാണ് സത്യം, അല്ലെങ്കിൽ അതാണ് ട്രൂത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. അതായത് ഏതൊരു കാര്യത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ? ആ എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് വേണ്ടതായിട്ടുള്ളതും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും ഏറ്റവും സ്മൂത്ത് ആയിട്ട് മാറില്ലേ? റിസൾട്ട് എന്ന് പറയുന്ന സംഭവത്തിനെ പേടിച്ചിട്ടാവാം പലപ്പോഴും നമ്മളെ കാംനെസ് പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ നിക്കാണ്. ഇപ്പൊ ഒരു എക്സാമിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യാൻ നിക്കാണ്. അവിടൊക്കെ നമ്മൾ എന്താണ്, "ഓ! എന്റെ റിസൾട്ട് എന്തായിട്ട് മാറും? അല്ലാന്നുണ്ടെങ്കില് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാറോ? ബാക്കിയുള്ള ആളുകളൊക്കെ എന്നെ കളിയാക്കോ?" ഇങ്ങനെ കുറേ തോട്ട്സ് അല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട സംഭവമാണ്, ഇറ്റ് ഈസ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. ഈ നോട്ട് ഓക്കെ എന്നാവുന്നതും ഓക്കെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെയാണ്. അതായത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല, നോട്ട് ഓക്കെ എന്ന് പറയുന്നതും ഓക്കെ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞ സംഭവം നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ ആട്ടുമക്കളൊക്കെ നമ്മൾ അതിനെ എറിഞ്ഞിട്ട് പിന്നാലെ ഓടുമ്പോൾ നമ്മൾ പിന്നാലെ ഓടില്ലേ? അതേപോലെ നമ്മൾ പല കാര്യങ്ങളെന്ന് പറഞ്ഞത്. നമ്മൾ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു തോട്ടിനെ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യം എന്താണോ, അതിനെ നമ്മൾ കൂടുതൽ വളമിട്ട് വളർത്തുന്നത് കൊണ്ടാണ്. നമ്മളെ മൈൻഡിന് ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അത് പെർസിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് എന്താണോ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നിരന്തരമായിട്ട് വേണ്ട, വേണ്ട, വേണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത്, ആ സംഭവം നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടേയിരിക്കും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കൊന്ന് കണ്ണടച്ചിട്ട് ഒരു കുരങ്ങനെ പറ്റി ആലോചിക്കാനേ പാടില്ലട്ടോ. ഒരു കുരങ്ങനെ പറ്റി നിങ്ങൾ ആലോചിക്കുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ കുരങ്ങന്റെ ചിത്രമല്ലേ വരിക?
അപ്പൊ നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞത് ആ രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതാണ് മനുഷ്യ സഹജം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. നോട്ട് ഓക്കെ ആവുന്നതും ഓക്കെയാണ്. ഇനി ഇതും കേട്ടിട്ട് നാളെ മടിച്ച് ഒരു പണിയെടുക്കാതെ ഇരിക്കണം എന്നല്ല ട്ടോ പറയുന്നത്. നമ്മള് ഇമോഷൻ ബാലൻസ് ആക്കാനുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള മാസ്റ്റർ പറയുന്നുണ്ട്. നമ്മളെ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ കാതുകൾ ഇങ്ങനെ കേൾക്കുക. എന്നിട്ട് നമ്മളെ സെൽഫ് എന്താണോ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഇപ്പൊ നമ്മൾ സ്റ്റേജിലൊക്കെ കേറുമ്പോ നമുക്ക് കുറേ ഫിയർ ആവൂലേ? ഈ ഫിയർ ഒക്കെ ഒന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സെൽഫെന്നെ നമ്മളോട് ഇങ്ങനെ നിരന്തരം പറഞ്ഞു തരല്ലേ, ഓക്കെ ഇതാണ് സംഭവം, ഇതാണ് സംഭവം എന്നുള്ളത്. അതായത് ഏതൊരു പ്രവർത്തനത്തിലേക്കാണോ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നത്, അപ്പൊ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറേ കമന്റ് തരുന്നത് ആരാണ്? നമ്മളെ സെൽഫ് തന്നെയാണെന്നുള്ളത് അല്ലേ? അപ്പൊ ഈ ഓരോരോ കമാൻഡ് എന്ന് പറയുന്നത് എവിടുന്നാണ് വന്നിട്ടുള്ളത്? അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിന്നല്ല വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ലൈഫ് ഡിഫൈൻ ചെയ്യുന്നതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് ആണ്. ഈ തോട്ട്സിന് പലതരത്തിലുള്ള കവറിങ് വരുന്നുണ്ട്. അതായത് ഈ തോട്ട്സിൽ തന്നെ നമുക്ക് വരുന്ന പല തരത്തിലുള്ള വേണ്ടാത്തതായിട്ടുള്ള ചിന്തകൾ നമുക്ക് വരുന്നുണ്ട്. ഈ ചിന്തകൾ വന്നത് എവിടുന്നാണ്? നമ്മുടെ മനസ്സിൽ നിന്നാണെന്നുള്ളതാണ്. അപ്പൊ നമ്മള് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പുലുകുമ്പോൾ, യാഥാർത്ഥ്യത്തെ നമ്മളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു സ്റ്റേറ്റാണ് കാംനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ എന്താക്കുന്നതാ നമ്മളിലേക്ക് മോറായിട്ട് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് എന്താണ്? ഓരോരോ സാറ്റർഡേയ്സും നിങ്ങളിങ്ങനെ സെഷനിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഈ സെഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറ്റിയിട്ടും, നിങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി തുടങ്ങുന്നില്ലേ? അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കാംനെസ് ആണ്. അപ്പൊ ഈ കാംനെസ് നിലനിർത്താൻ ചെയ്യേണ്ടതായിട്ട് എന്താണ്? കാംനെസ് ഇല്ലാതാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, ആ കാര്യത്തെ സിമ്പിളായിട്ട് ഒഴിവാക്കുക. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? പക്ഷെ മെന്റലായിട്ടാവും നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മെന്റൽ ഡൈമെൻഷനിൽ നമ്മളെ എഫക്ട് ചെയ്യുന്നതായിട്ടുള്ള എന്തോ പ്രവർത്തനം വന്നു ചേർന്നിട്ടുണ്ട്. ആ പ്രവർത്തനത്തിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. കുറച്ച് നേരം തന്നെ നമ്മളിങ്ങനെ ആലോചിച്ച്, ഓക്കെ ഇപ്പൊ ശരിക്കും എനിക്ക് വേണ്ടത് കാംനെസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതായത് ഒന്നും എന്നെ എഫക്ട് ചെയ്യാതെ സമാധാനത്തിലുള്ളതാണ്. ഈ സമാധാനത്തിൽ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് എല്ലാ കാര്യത്തിനും പരിപൂർണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യല്ലേ, അപ്പൊ അതിന് നമുക്ക് പരിപൂർണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൂടെ? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഓക്കെ എന്നെ ഈ എക്സ്പീരിയൻസ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? എന്നിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ എന്നിട്ട് നമ്മൾ നോക്കുക ഈ കാര്യങ്ങളിലെ കാരണമായിട്ടുള്ളത് എന്താണ്? ഈ കാര്യങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്താണ്? ആ കാരണത്തെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാര്യത്തിന് കാരണമായിട്ടുള്ള കുറേ കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ നമുക്കിങ്ങനെ കുറേ ഹാപ്പിനെസ്സും കുറേ കാംനെസ്സും കിട്ടും എന്നുള്ളതാണ്. അതല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. പല ആളുകളും പറയും, "എനിക്ക് തീരെ വയ്യട്ടോ, എനിക്ക് വെറുതെ വിഷമം വരാണ്, വെറുതെ ദേഷ്യം വരാണ്." അപ്പൊ എന്താണ് അന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഓല് പറയും, "എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലാന്ന്." കാരണം ഒന്നുമില്ലാതെ വിഷമവും അതുപോലെ ഒന്നുമില്ലാതെ സങ്കടവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിംപിളി അവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവത്തെയാണ് നിങ്ങളുടെ മനസ്സിൽ വളർത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്കൊരു ഗാർഡനായിട്ട് നമുക്ക് തുല്യതാക്കാൻ പറ്റും. അതായത് ഗാർഡനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സിംപിളി നമ്മൾ ഏത് തരത്തിലുള്ള വിത്താണോ ആ ഒരു ഗാർഡനിൽ നമ്മൾ നടുന്നത്, ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള വിത്താണ് നടുന്നത് അതുപോലത്തെ വിത്തല്ലേ നമുക്ക് വളരുള്ളൂ. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ചിന്തകളാണോ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുന്നത്, ആ തരത്തിലുള്ള ലൈഫായിരിക്കും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? ഞാൻ എന്ത് തോട്ടാണ് കൊടുക്കുന്നത്? അപ്പൊ കേടായിട്ടില്ല ഇപ്പൊ ഒരു ഗാർഡൻ നമ്മൾ നോക്കുമ്പോ അവിടെ നമ്മള് കുറേ ചെടികൾ നട്ടിട്ടുണ്ടാവൂലേ? അതല്ലാതെ തന്നെ പ്രകൃതിയായിട്ട് അല്ലാന്നുണ്ടെങ്കില് ഓട്ടോമാറ്റിക്കലി ആ ഒരു ചെടിയെ നശിപ്പിക്കുന്ന പല ചെടികളും സൈഡിലൊക്കെ വളരലില്ലേ? അതിന് നമ്മളെന്താ കാട്ടല്? ജസ്റ്റ് പോയി കൈയെടുത്താണ്ട് പിക്ക് ചെയ്താണ്ട് കളയൂല്ലേ? അതുപോലെ തന്നെ നമ്മളെന്താണ് വേണ്ടതായിട്ടുള്ള തോട്ട്സ് നമ്മളെ മൈൻഡ് ആകുന്ന പ്ലോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിലേക്ക് പോവാട്ട് ക്യാൻസൽ, ക്യാൻസൽ, ക്യാൻസൽ എന്ന് പറയും. അതായത് നിങ്ങളോട് തന്നെ ടോക്ക് ചെയ്യാ. പല ആളുകളും പറയും നിനക്കത് പിരാന്താണോ എന്നൊക്കെല്ലേ. പക്ഷെ ഇതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് വരാന്നുണ്ടെങ്കില് ഒരു ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നത്തിങ് ക്യാൻ ഹേർട്ട് യുവർ അതായത് നമ്മുടെ തോട്ട്സിനേക്കാളും ഒന്നും നമ്മളെ ഹേർട്ട് ചെയ്യുന്നതായിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മൾ നിരന്തരമായി ഹേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ആ ചിന്തകൾ ഇങ്ങനെ പിടിക്കുക. പിടിച്ച് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഓക്കെ എന്തായിരിക്കും ഇത് ഓവർ തിങ്ക് ചെയ്ത് വേറെ എവിടേക്ക് എത്തണമെന്നല്ല ട്ടോ. എന്തായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ഹേർട്ടിങ് വരാൻ കാരണം? ഓക്കെ ഇന്നതെന്നാണല്ലേ. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഞാനെന്ന് പറഞ്ഞത് ഇതല്ലല്ലോ. അപ്പൊ എവിടുന്നൊക്കോ കിട്ടിയ അനുഭവങ്ങളുടെയും, എവിടുന്നൊക്കോ കിട്ടിയ പ്രോഗ്രാമിന്റെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള വരികളുകളാണ് വന്നിട്ടുള്ളത്.
മനസ്സിലായോ? യഥാർത്ഥമായിട്ടുള്ള നിങ്ങളല്ല നിങ്ങളിൽ വന്നിട്ടുള്ളത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറായിട്ടുള്ളതാണ്. അപ്പൊ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ മാറിയിട്ടുണ്ട്. ആ മാറിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ മാറ്റത്തെ സിമ്പിളായിട്ട് മായ്ച്ചിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ആയിട്ട് മാറാന്നുള്ളതാണ്. എങ്ങനെ എനിക്ക് ഈ ചിന്തകൾ വന്നു? എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുന്നത്? എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുക. അപ്പൊ നിങ്ങൾ ഏറ്റവും വലിയ ആളായിട്ട് മാറുംന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന അവസ്ഥയാണ് കാംനെസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോറി ഉണ്ട്. ആ ഒരു സ്റ്റോറിയില് അതായത് ബി ദ മൊമെന്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബി ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെയല്ലേ കാംനെസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നത് പോലെ ചെയ്യാം. സിംപിളി പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലായിരിക്കണം എന്റെ ചിന്തയും അതേപോലെ തന്നെ എന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതെന്തോ, നമ്മൾ പ്രവർത്തിക്കുന്നതെന്തോ, നമ്മുടെ ചിന്ത വേറെ എവിടെയോ. ഈ കാര്യം കൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥമേതി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കില് സിമ്പിളായിട്ട് പറയാൻ കുറച്ച് ടെക്നിക്ക് എന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങള് ഫുഡ് കഴിക്കില്ലേ? ഫുഡൊക്കെ കഴിക്കുമ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ടൊക്കെ നമ്മള് തൊള്ളേക്ക് വെക്കുമ്പോ അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. അതായത് അറിഞ്ഞ് കഴിക്കാൻ തയ്യാറാവുക. അതായത് ഞാൻ ഈ ഒരു നിമിഷം ചെയ്യുന്നത് ഒരു പ്രവർത്തനം അറ്റ് എ ടൈം പ്രവർത്തനത്തിലേക്ക് മോർ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഒരു നേരം ഒരു കാര്യം ചെയ്തിട്ട് ആ ഒരു കാര്യത്തെ ആസ്വാദികരമായി ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്കിങ്ങനെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ലൈഫ് പോണ പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ മൈൻഡിന്റെ ഒരു സംഭവമുണ്ട്. ഏറ്റവും കംഫർട്ട് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനുള്ള സംഭവമാണ്. അതിന്റെ നേച്ചർ എന്താ അറിയോ? ഏറ്റവും കംഫർട്ട് എന്താണ് അതിങ്ങ് ചൂസ് ചെയ്യാൻ നോക്കും. അതായത് എനിക്കിപ്പോ ഒരു 8 മണിക്ക് എണീറ്റിട്ട് എനിക്കൊരു വർക്ക് ചെയ്യണം എന്നതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ 8 മണിക്ക് നല്ല തണുപ്പാണ്. അപ്പൊ എന്റെ ബ്രെയിൻ എന്നോട് എന്താ പറയാ അറിയോ? "കിടന്ന് ഉറങ്ങിക്കോ കുറച്ച് കഴിഞ്ഞിട്ട് ആവാലോ" എന്നുള്ളത്. പക്ഷേ, ആ ഒരു ബ്രെയിനിന്റെ വാക്കുകൾ കേട്ട് അവിടെ കെടുക്കാന്നല്ല കരുതിയേ ഉണ്ടാവുള്ളൂ. ആ വാക്കുകൾക്ക് അപ്പുറമായിട്ട് നമ്മൾ നമ്മുടെ സെൽഫിന് കൊടുത്ത റെസ്പെക്റ്റും, സെൽഫിന് കൊടുത്ത വാല്യൂയും മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവേണ്ടതായിട്ടുള്ളത് എന്താണോ, ആ ആവേണ്ട രീതിയില് ആവണമെന്ന വാശിയോട് കൂടി നമ്മൾ എണീക്കുമ്പോഴാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡില് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഏറ്റവും കംഫർട്ട് എന്താണോ, ആ കംഫർട്ട് മാത്രമാണ് ചൂസ് ചെയ്യാൻ നിക്കുക. പക്ഷേ, ആ ഒരു കംഫർട്ടിലിരുന്നാൽ നമ്മൾ എവിടെയും എത്തില്ല എന്നുള്ളതാണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റീസ് ആരെ കയ്യിലുണ്ടോ, അവരാണ് വലിയ വലിയ റെവല്യൂഷൻസും വലിയ വലിയ കാര്യങ്ങളും ലൈഫിൽ സൃഷ്ടിച്ചതായിട്ടുള്ളത്. അപ്പൊ നമ്മളും വലിയ വലിയ ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മളും നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് നിരന്തരമായിട്ട് നമ്മൾ സെൽഫിനെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ, റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെയും മാറ്റിയെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മോർ ഓവറായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെല്ലാമാണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണോ നമ്മൾ എന്ന് പറയാത്തത്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളല്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കാംനെസ് ആയിട്ട്, ഹാപ്പിനെസ് ആയിട്ട്, ജോയ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത് നമ്മളാണല്ലേ. പക്ഷെ ഈ ഒരു നമ്മളിലേക്ക് നമ്മളെ എത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ ഈ ഒരു കാരണത്തെ നടാൻ നോക്കുക. അതിൽ ഈ ഒരു കാര്യത്തെ നമ്മൾ മോറായിട്ട് ഇംപ്രിന്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥമായിട്ടുള്ള നിങ്ങളും ഇപ്പത്തെ നിങ്ങളും തമ്മിൽ എത്രത്തോളം അകലെയാണെന്നുള്ളത്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ സെൽഫ് ലവിനെ പറ്റിയിട്ട് ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും, നമ്മൾ യഥാർത്ഥമായിട്ടാണോ ആ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇന്നും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞത് കാംനെസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. നമ്മളെ കാംനെസ്സുകൾ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയതാണ്. എന്തൊക്കെയോ ആരൊക്കെയോ സൊസൈറ്റിയുടെയോ റിലീജിയന്റെയോ എഡ്യൂക്കേഷനിലായിട്ടോ ഇവിടൊക്കെ പോകുന്നിടയിൽ നമുക്ക് ഉള്ളിലേക്ക് കുറേ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതെല്ലാം പോയിട്ടുള്ളത്. സെയിം ഫിയർ എന്ന് പറഞ്ഞതും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിയർ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറാൻ നിങ്ങൾക്ക് ഫിയർ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അസുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്താണ് അസുഖം എന്ന് പറയുന്നത്? നമ്മളല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോറിൻ ആയിട്ടുള്ള വസ്തുവിലേക്ക് കയറാനല്ലേ. അത് ബാക്ടീരിയാസ് ആയിട്ടോ വൈറസ് ആയിട്ടോ അതായത് അണുബാധകളായിട്ടോ ഒക്കെ ആവാം. അപ്പൊ നമ്മളിൽ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിന് ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ അതെന്തായും ഒരു ഡിസീസ് ആയിട്ട് പ്രവർത്തിക്കും. ഒരു അസുഖമായിട്ട് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സാകുന്ന മനസ്സ് യഥാർത്ഥമായിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള മനസ്സിലേക്ക് ചെറുപ്പം മുതൽ ആരൊക്കെയോ ഇട്ട് തന്ന കുറേ ചിന്തകളുടെയും കുറേ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ട് നമ്മളിൽ അസുഖങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. കുറേ കുറേ മുറിവുകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ മുറിവുകളാണ് പ്രതിഫലിക്കുന്നത്. അല്ലാതെ നിങ്ങളല്ല. അപ്പൊ എത്രത്തോളം നിങ്ങൾ ആ മുറിവുകളെ മാത്രം നിങ്ങള് വളർത്തുന്നുണ്ടോ, അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസ് ഉണ്ടായിട്ട് ഒരു അണുബാധയെ നമ്മൾ അതിനെ വളരാൻ ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം ഒരുക്കുന്നുണ്ടോ, അത്രത്തോളം പെരുകൂലേ അല്ലെങ്കിൽ നല്ലോണം ആയിട്ട് മാറും നമ്മുടെ ശരീരത്തില്.
അപ്പൊ എന്തുണ്ടാവും? നമുക്ക് നല്ല രീതിയിൽ അസുഖം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിൽ ചെറുപ്പം മുതൽ ആരൊക്കെയോ ഇട്ടന്ന കുറേ അണുബാധകൾ ഇരിക്കുന്നുണ്ട്. കുറേ മുറിവുകൾ ഇരിക്കുന്നുണ്ട്. ആ മുറിവുകളെ വേണ്ട വിധം നമ്മൾ ഹീൽ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ, വേണ്ട വിധം അതിനെ മാറ്റാൻ നമ്മൾ തയ്യാറായില്ലാന്നുണ്ടെങ്കിൽ, ആ മുറിവുകൾ വലുതായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ വെറുതെ നമുക്ക് അസുഖം വരിക, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ വെറുതെ നമുക്ക് സാഡ്നെസ് വരിക, വെറുതെ നമ്മൾ നല്ല സ്റ്റേറ്റിലാവും, നല്ല സന്തോഷത്തിലാവും. അപ്പൊ തന്നെ നമുക്ക് തന്നെ തോന്നും, "എന്തോ ഇത്ര സന്തോഷിച്ച് നാളെ മരിച്ചു പോവോ?" അങ്ങനെയൊക്കെ പല ആളുകളും ഷെയർ ചെയ്യലുണ്ട്. "ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാട്ടോ സെഷനൊക്കെ കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ഒരു പേടി. ഇനി ഞാൻ കരഞ്ഞു പോവോ?" എന്നൊക്കെ. അതായത് ചെറുപ്പം മുതലേ പല അമ്മമാരും കുട്ടികളോട് എന്താ പറയുന്നത്, "കുറേ ചിരിക്കല്ലേട്ടോ, ഇന്ന് ഇത്ര ചിരിച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് കരയേണ്ടി വരുമെന്ന്." അപ്പൊ അന്ന് കിട്ടിയതാ ആ കുട്ടിക്ക് എന്നുള്ളത്. അങ്ങനെയൊന്നും സംഭവം ഇല്ലട്ടോ. കുറേ ചിരിച്ച് കഴിഞ്ഞാൽ കരയണമൊന്നുമില്ല. ആകെ ഒരു ലൈഫുള്ളൂ. ആ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും കളർഫുൾ ആയിട്ട്, ഏറ്റവും ഗ്രേറ്റ് രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം അങ്ങനെ ജീവിക്കാൻ പാകത്തിലാണ് നമ്മുടെ ക്രിയേറ്റർ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ആ സൃഷ്ടാവിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്? സൃഷ്ടാവ് നിനക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തന്നു. എന്നിട്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു? അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മക്കല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എവിടൊക്കെയാണോ എനിക്ക് മുറിവുണ്ടായിട്ടുള്ളത്, ആ മുറിവായിട്ടുണ്ടായിട്ടുള്ള ഇടങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കാംനെസ്സും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് മുറിവുകളൊന്നുമില്ല. ഞാൻ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട സംഭവം എവിടെയെങ്കിലും കാംനെസ്സും സന്തോഷത്തോടു കൂടിയും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുറിവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മുറിവിനെ സിംപിളി അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനൊരു മുറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എത്രത്തോളം നമ്മൾ ചുയിഞ്ഞ് ചുയിഞ്ഞ് ഉള്ളിലേക്ക് പോവാൻ നോക്കുന്നോ, അങ്ക്കും നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളും നമ്മളിങ്ങനല്ലേ ഇപ്പൊ ഈ പൂച്ച മീനെടുക്കുന്നത് നമ്മൾ കേട്ടില്ലേ? കണ്ണടച്ചുകൊണ്ട് എടുക്കാൻ നിക്കും. പക്ഷെ എന്താണ്? സാധനം അവിടെ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം നമ്മളിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. ആ ഒരു സംഭവത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അന്ന് എന്താണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത്, അത് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇന്ന് നമ്മളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സെൽഫിന് കംപ്ലീറ്റ്ലി ഫോർഗിവ്നെസ് കൊടുക്കുക എന്നുള്ളതാണ്. ആരാണോ നമ്മളിൽ മുറിവുണ്ടാക്കിയിട്ടുള്ളത് അവർക്കും ഫോർഗിവ്നെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ മുറിവ് കണ്ടെത്താം? സിംപ്ലി ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിനെ പരിപൂർണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അവിടെ മുറിവുണ്ട്. ആ മുറിവിന് എങ്ങനെ വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ വാരിയർ ആരാന്നറിയോ? ഏറ്റവും വലിയ പോരാളി ആരാന്നറിയോ? തന്റെ സെൽഫിനെ നന്നാക്കണം. അല്ലാന്നൊരു തനിക്ക് താനാകുന്ന ഏറ്റവും 100% എത്തണം എന്ന് വിചാരിച്ചിട്ട് മറ്റു ആളുകളൊക്കെ പറയുന്നതിനപ്പുറമായിട്ട് മറ്റാളുകൾ ഫോളോ അപ്പ് എടുത്തില്ലാന്നുണ്ടെങ്കിലും തന്റെ സെൽഫിനെ ഓരോ നിമിഷവും നന്നാക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. അതായത് എനിക്ക് നന്നാവണം എന്നൊരു വാശി നിങ്ങൾക്ക് എപ്പഴേലും ഉണ്ടായിട്ടുണ്ടോ? നന്നാവണം എന്ന് പറയുമ്പോ എന്തൊക്കെയോ ആവണം എന്നല്ല ട്ടോ. എനിക്ക് ഞാനായിട്ടിരിക്കണം. ആരെന്നെ എന്ത് പറഞ്ഞാലും ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ ജീവിതം മാറണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അപ്പൊ ഈ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറണമെന്നുണ്ടെങ്കിൽ യോഗ്യതമല്ലാത്ത തോട്ടുകൾ ലൈഫിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തോട്ട്സിനെ മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇന്നലെ വരെ എന്ന് പറയുന്നത്, ഇന്ന് വരെ നിങ്ങൾ എന്താണോ ചിന്തിച്ചത് എന്നതുപോലെയാണ്. അപ്പൊ നാളെ നിങ്ങൾക്ക് എങ്ങനെ ആവണം? മാറി ചിന്തിച്ചാ മതി. നാളെ നിങ്ങൾക്ക് മാറ്റം പോസിബിൾ ആവുന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം യഥാർത്ഥമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ തോട്ട്സ് പോലും നിങ്ങളുടെ സെൽഫിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് അത് പോസിബിൾ ആക്കുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആ ഡിസയർ കണ്ടിട്ട്, നിങ്ങളൊരു ആഗ്രഹം കണ്ടിട്ട്, മേലെന്ന് നിങ്ങളെ ക്രിയേറ്റർ കാണുന്നില്ലേ? ക്രിയേറ്റർ നമ്മൾ പറയില്ലേ അത്രയും ക്ഷമാശീലനും അതേപോലത്തെ അത്രയും അനുഗ്രഹം വാരിക്കോരി ചൊരിയുന്നവനാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ വാരിക്കോരി ചൊരിയുന്നവൻ എന്തേ നമ്മുടെ അനുഗ്രഹത്തിന് വാരിക്കോരി ചൊരിഞ്ഞായത്? അപ്പൊ എന്താണ് നമുക്ക് എവിടേക്കെയോ നമ്മളെന്താണ് ഓപ്പൺ ആവാനോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനോ ബ്ലോക്ക് ഉണ്ടായിട്ടാന്നുള്ളതാണ്. അപ്പൊ റിസീവ് ചെയ്യാനും ഓപ്പൺ ആവാനുള്ള ബ്ലോക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്കെല്ലാം പോസിബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറേ സീക്രട്ടുകൾ, നമ്മൾ പ്രാപഞ്ചികമായിട്ടുള്ള കുറേ സത്യങ്ങൾ, കുറേ രഹസ്യങ്ങൾ നമ്മൾ വെളിവാക്കിയിട്ടുണ്ട്. അപ്പൊ കാംനെസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, നമ്മൾ കാംനെസ് ഇല്ലാതാക്കുന്നതായിട്ടുള്ള സംഭവത്തെ ഐഡന്റിഫൈ ചെയ്യുക, ആ മുറിവുകൾ ഉണക്കുക എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബി ദ മൊമെന്റ് ആണ്. അതായത് കാംനെസ് എന്ന് പറഞ്ഞത് ഈ ഒരു നിമിഷത്ത് ഞാൻ ഒരു കാര്യത്തെ ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ആ ഒരു പ്രവർത്തനത്തെ അറിഞ്ഞ് ചെയ്യാൻ തയ്യാറാകുക. അതായത് കൈയൊക്കെ ഇങ്ങനെ അങ്ങനെ അടിക്കാന്നുണ്ടെങ്കിലും ആ കൈ ഒന്ന് അറിഞ്ഞിട്ടാക്കാൻ തയ്യാറാകുക. നമ്മൾ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ അറിഞ്ഞിട്ടാ ചെയ്യുന്നത്. അതായത് ചിന്ത വേറെ എവിടേക്കെയോ കൊണ്ടുപോവാതെ ഇവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടെ ഷെയർ ചെയ്ത് തരാം. അതായത് പല ആളുകളും നമ്മളോട് പറയുന്നതാണ് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്ടോ. അതായത് ഈ കാംനെസ്സിന്റെ ഒരു
സ്റ്റേറ്റ് തന്നെയാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് രാത്രി കിടക്കാൻ ഉറങ്ങിക്കഴിഞ്ഞാലും ഉറക്കം പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. കുറേ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് സ്ലീപ്പ് ചെയ്യാന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ ഓവർ തോട്ട് ചെയ്യുന്ന ആളുകൾക്കും ഈ സംഭവത്തിനൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ കിടന്നുറങ്ങല്ലേ, കണ്ണിങ്ങനെ അടയ്ക്കുക. കണ്ണടച്ചിട്ട് നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ആവില്ലേ, ഇരുട്ടാവില്ലേ നമുക്കുണ്ടാവുക. ആ ഒരു ഇരുട്ടിനെ നമ്മളൊരു 10 സെക്കൻഡ് ജസ്റ്റ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ കിടക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ തൊലി പല സ്ഥലത്തും തട്ടിയിട്ടുണ്ടാവാം. പല സെൻസേഷൻസും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള സെൻസേഷനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഫീൽ ചെയ്യുക. കണ്ണടച്ചിട്ട് നമ്മൾ ചിന്ത അവിടേക്ക് മാത്രം കൊടുത്തിട്ട് നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 പ്രവർത്തനം നമ്മൾ ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഹിയർ, അതായത് നമ്മൾ നമ്മുടെ ചെവിയിൽ നിന്നിട്ട് എന്താണോ ഒരു ശബ്ദം, അതായത് കുറേ ശബ്ദം ചുറ്റുപാടും കേൾക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ഒരൊറ്റ ശബ്ദം മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്. അങ്ങനെ ഒരു 5 സർക്കിൾ നമ്മൾ ചെയ്യാ. ഫസ്റ്റ് നമ്മൾ കണ്ണടച്ചു. നമ്മൾ നേരെ ഈ ഒരു ലിഫ്റ്റിലേക്ക് മാത്രം നോക്കി എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, അവിടെ എന്താണോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തു. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ ചെവിയിൽ എന്ത് ശബ്ദമാണോ കേൾക്കുന്നത് അതിൽ നിന്ന് ഒരൊറ്റ ശബ്ദം ഫോക്കസ് ചെയ്തു. ഇങ്ങനെ ഒരു 5 സർക്കിൾ ചെയ്യാ. ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുന്ന 5 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് 30 സെക്കൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു 10 സെക്കൻഡ് സർക്കിളിന് കഴിയുമ്പോൾ നമ്മൾ പല ആളുകളും ഉറങ്ങിയിട്ടുണ്ടാവാം. അല്ലാതെ നമ്മളെ പല തോട്ട്സും പോയിട്ടുണ്ടാവാം. കാരണം ഓവർ തിങ്കിങ് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് കിടക്കേണ്ട സമയത്ത് ഉറക്കം വരാത്തതും, നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ചെയ്യാത്തതും, അപ്പൊ നമുക്ക് വേറെ എന്തൊക്കെയോ ചിന്തകൾ വരുന്നതല്ലേ. അപ്പൊ ഈ ചിന്തകളൊന്നും ക്രോഡീകരിക്കാനുള്ള വഴിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലുള്ള മെഡിറ്റേഷൻസും, അഫർമേഷൻ പ്രാക്ടീസും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ടൈം അറൗണ്ട് 2 മിനിറ്റ്സ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. സോറി. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾ പറഞ്ഞോളൂ. അതുപോലെ തന്നെ സെഷനൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. താങ്ക് യു, താങ്ക് യു. എല്ലാവരും ഇവിടെ തന്നെയല്ലേ? നമ്മളെ സ്കൂളുകളിലൊക്കെ സെഷൻ കേൾക്കുന്ന പോലെ വെറുതെ ഓപ്പൺ ആക്കിയിട്ട് വേറെ എവിടെയും പോയതൊന്നുമല്ലല്ലോ? എല്ലാവരും കറക്റ്റ് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. സെൽഫ് അടിപൊളിയാക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.